ഹായ് എവരി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 13 ചോദിച്ച GD എക്സാമിൻ്റെ തേർഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് എ കോൺ ദ റേഡിയസ് ഓഫ് ഹൂസ് ബേസ് ഈസ് 21 cm ആൻഡ് ഹൈറ്റ് ഈസ് 20 cm. 21 cm നീളം റേഡിയസും 20 cm ഉയരമുള്ള ഒരു കോണിൻ്റെ വോളിയമാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് മാത്രം മതി. അപ്പോൾ കോണിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ ഏതാണ്? V is equal to 1/3 pi r square into h. എത്ര വരും? 1/3 ഇൻറ്റു പൈൻ്റെ വാല്യൂ 22/7 ആണ്, ഇൻറ്റു 21 ഇൻറ്റു ഹൈറ്റ് 20 ആണ്. 3 × 7 21. ഈ 21 കട്ട് ചെയ്തു. പിന്നെ ബാക്കി എത്രയുണ്ട്? 22 ഇൻറ്റു 420. എത്ര ആൻസർ വരിക? 9240 അല്ലേ? അപ്പോൾ 9240 cm³ ആണ് ഈ കോണിൻ്റെ വോളിയം. ഇങ്ങനെ കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ 22 എന്ന് പറയുന്നത് 2 × 11 അല്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്താലും മതി. എങ്ങനെയാണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക? ഓഡ് പൊസിഷനിലെയും ഈവൻ പൊസിഷനിലെയും ഡിജിറ്റിൻ്റെ സം എടുത്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ 0യോ 11ഓ 11ൻ്റെ മൾട്ടിപ്പിളോ വരണം. ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര വരിക? 9 + 2 11 ആണ്. ഇവിടെ 4. 11 - 4 എന്ന് പറയുന്നത് 7. ഇത് 9 + 4 എന്ന് പറയുന്നത് 13. 13 - 2 11. അപ്പോൾ ഇതെന്തായി? 11ൻ്റെ മൾട്ടിപ്പിളായി. ബാക്കി കൂടി ചെക്ക് ചെയ്യാം. 9 - 6 വരും. 3 ആണ്. 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 12 - 8. ഇവിടെ ഇത് എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ആദ്യത്തെ ഈ ഓപ്ഷൻ നമ്പർ 2 മാത്രമാണ് എന്തുള്ളൂ? 11ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രയും സമയം കളയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്താലും മതി. ഓക്കെ ആണല്ലോ. അടുത്തത്, ആൻ അൽമിറ വാസ് ബ്രോട്ട് ഫോർ ₹14,360 ആൻഡ് ₹240 വാസ് സ്പെൻറ്റ് ഓൺ ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഇറ്റ് ബി സോൾഡ് ടു ഗെയിൻ 15%? ഒരു അലമാരി, അതിന് എത്രയാണ് രൂപ? 14,360 രൂപയാണ്. അത് മേടിച്ചതിന് ശേഷം 240 രൂപ എന്തിനു വേണ്ടി ചിലവായി? അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ ചിലവായി. അപ്പോൾ ടോട്ടൽ ഇദ്ദേഹത്തിന് എത്ര രൂപയാണ് ഇത് ചിലവഴിക്കുന്നത്? 14,300 + 240. 14,600 രൂപയാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 14,600 രൂപ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 15% പ്രോഫിറ്റ് ലഭിക്കാനായിട്ട് ഇത് ഏത് സെല്ലിംഗ് പ്രൈസിലാണ് വിൽക്കേണ്ടത്? 15% നമുക്ക് എങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാം? 15% എന്ന് പറയുന്നത് 100ൽ 15. അപ്പോൾ നമ്മൾ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/20 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 15% ഫ്രാക്ഷനാക്കി എഴുതി 3/20. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ എടുക്കാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് 20 ആക്കി എടുക്കുക. 20 എവിടെ നിന്നാണ് വന്നത്? നമ്മൾ 15% ഫ്രാക്ഷൻ ആക്കിയപ്പോൾ കിട്ടിയേക്കുന്ന ഡിനോമിനേറ്ററാണ് 20. അതിനെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ 20 ആക്കി എടുത്തത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റ്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. CP എന്ന് പറയുന്നത് 20. അപ്പോൾ CP 20 ആണ്. പ്രോഫിറ്റ് 3 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 20 + 3 23. അപ്പോൾ നമുക്ക് ഫ്രാക്ഷനിൽ നിന്ന്, അതായത് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷനിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എഴുതാം? ഡിനോമിനേറ്റർ നമ്മൾ കോസ്റ്റ് പ്രൈസ് എടുക്കുക 20. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ചെയ്യുക 23. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ 20:23 എന്നാണ് റേഷ്യോ വരിക. ഇനി ഇവിടെ ലോസാണ് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യുക? എഗെയിൻ 20 തന്നെ, അതായത് ഡിനോമിനേറ്റർ തന്നെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. നഷ്ടമാണെങ്കിൽ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും. എത്ര കുറയ്ക്കണം? ഡിനോമിനേറ്റർ ഏതാണോ വാല്യൂ അത് കുറയ്ക്കുക. അപ്പോൾ 20 - 3 17 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് 14,600 ആണ്. നമുക്ക് കിട്ടിയേക്കുന്നത് 20 യൂണിറ്റ് എന്നാണ്. അപ്പോൾ 20 യൂണിറ്റാണ് എത്ര? 14,600. നമുക്ക് ചോദിച്ചേക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 23 യൂണിറ്റ് കാണാം. 23 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 14,600 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 23. 0 കട്ട് ചെയ്തു. 146നെ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 73. ഒരു 0 കൂടി വരും. ഇനി നോക്കിക്കേ, 73, അതായത് 730 ഇൻറ്റു 23. ഇതിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായാലും 0 വരും. എല്ലാത്തിലും 0 തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ അതൊന്ന് ചെക്ക് ചെയ്യാമല്ലോ. 3 × 3 ഏതാ വരിക? 9 വരിക.
അപ്പോൾ 9 വന്നിട്ടുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ, അതായത് ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 0 വരും. ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, അതിന് തൊട്ട് മുന്നേ ഉള്ളത് 9 ആണ് വരുള്ളൂ, കാരണം 3 × 3 9 ആണ്. ലാസ്റ്റ് 9 വരുന്ന ഓപ്ഷൻ നമ്പർ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ ആവറേജ് സാലറി ഓഫ് ഓൾ ദ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് ₹3,000. Among these workers, there are 12 higher officers and their average salary is ₹12,000. The average salary of the remaining workers is ₹2,500. The total number of the workers is. ഒരു ഫാക്ടറിയിൽ കുറച്ച് ഹയർ ഓഫീസേഴ്സും ഉണ്ട്, അല്ലാതെയുള്ള വർക്കേഴ്സും ഉണ്ട്. ഇവരുടെ രണ്ട് ടീമിൻ്റെയും കൂടി കൂട്ടിയിട്ടുള്ള ആവറേജ് എത്രയാണ്? 30,000 ആണ്. കൂട്ടത്തിലുള്ള 12 ഹയർ ഓഫീസേഴ്സിൻ്റെ ആവറേജ് 12,000 ആണ്. ബാക്കിയുള്ള ആളുകളുടെ ആവറേജ് 2,500 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ടോട്ടൽ നമ്പർ, അതായത് ബാക്കി എത്ര ആൾക്കാരുണ്ട് എന്നിട്ട് 12 വെച്ചിട്ട് ആഡ് ചെയ്യുക, ഇതാണ് കാണേണ്ടത്. ഇത് ആവറേജിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ഇത് ക്വിക്കായിട്ട് ചെയ്യാം? അലിഗേഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അലിഗേഷനിൽ എഴുതേണ്ടത്? നമ്മൾ ഇങ്ങനെയായിരിക്കും അലിഗേഷനിൽ എഴുതാം. ഇവിടെ ഫസ്റ്റത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ്, ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ്, നടുക്ക് എന്താണ്? ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും കൂടിയിട്ടുള്ള നെറ്റ് ആവറേജാണ് നടുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? ആദ്യം ഹയർ ഓഫീസേഴ്സിൻ്റെ എഴുതാം. അവരുടെ ആവറേജ് എത്രയെന്ന് പറഞ്ഞേക്കുന്നത്? 12,000. റിമൈനിങ് ആൾക്കാരുടേത് 2,500. രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ടോട്ടൽ ആവറേജ്, ഈ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ആവറേജ് എത്രയാണ്? 3,000 ആണ്. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും മൈനസ് ചെയ്യുക, ഇത് രണ്ടും മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എഴുതുക. 12,000 നിന്ന് 3,000 കുറച്ച് എത്ര കിട്ടും? 9,000 ആണ് കിട്ടുക. അതുപോലെ 3,000 നിന്ന് 2,500 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 500 ആണ് വാല്യൂ കിട്ടുക. 0 കട്ട് ചെയ്തു, 5:90 ആണ്. അതിന് 5 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:18 കിട്ടി. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 19 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. 1 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഹയർ ഓഫീസേഴ്സിൻ്റെ നമ്പറാണ്. നമുക്കിത് അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്പർ എത്ര ആൾക്കാരുണ്ട് അവരുടെ റേഷ്യോയാണ് കിട്ടുക. നമ്പർ ഓഫ് പീപ്പിളാണ് നമുക്കിവിടെ കിട്ടുന്ന റേഷ്യോ. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഹയർ ഓഫീസേഴ്സ് എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത്? 12 പേര്. അപ്പോൾ 1 യൂണിറ്റ് എന്തായി? 12 ആണ്. അപ്പോൾ ടോട്ടൽ 19 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 19 × 12. എത്രയാണ് 19 × 12? 228 പേര്. ടോട്ടൽ 228 പേരാണ് ഈ ഒരു ഫാക്ടറിയിലുള്ളത്. മനസ്സിലായല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. A toy is in the form of a cone mounted on a hemisphere. The radius of the hemisphere and that of the cone is 7 cm and height of the cone is 5 cm. The total surface area of the toy. ഒരു ടോയ് ഉണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഒരു കോണും ഹെമിസ്ഫിയറും കൂടി കൂട്ടിച്ചേർത്തിട്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഫിഗർ വരിക ഇങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന ടോയ്. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഈ ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ, അതേപോലെ കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണല്ലോ ഈ ഒരു ടോയുടെ ടോട്ടൽ സർഫസ് ഏരിയ ആവുക. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹെമിസ്ഫിയറിൻ്റെത് 2πr² ആണ്. ഫുൾ സ്ഫിയർ ആണെങ്കിൽ 4πr² ആണ്. ഹെമിസ്ഫിയർ ആകുമ്പോൾ നേരെ പകുതിയാണ് അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ. എത്രയാണ്? 2πr². ഇനി കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്ര വരും? πrl ആണ്. ഇതിൽ 6 റേഡിയസ് ആണ് നമുക്കറിയാം. എൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻറ്റ് ഹൈറ്റ് ആണ്. അതായത് ഈ ലെങ്ത് ആണ് സ്ലാൻറ്റ് ഹൈറ്റ്. ഇതെന്താണ്? ഇത് ഹൈറ്റ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ ഇത് പൈതഗോറസ് തിയറം വെച്ച് നോക്കുമ്പോൾ സ്ലാൻറ്റ് ഹൈറ്റിൻ്റെ ലെങ്ത് എത്ര വരും? L² = h² + r². എന്താണ്? L² = h² + r². എച്ചിൻ്റെയും ആറിൻ്റെയും വാല്യൂ വന്നിട്ടില്ലേ? എത്രയാണ് ഹൈറ്റ്? ഹൈറ്റ് 5 cm ആണ്. അപ്പോൾ 25 വന്നു. പ്ലസ് റേഡിയസ് 7 cm ആണ്. 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര വന്നു? √74. 74 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ലാത്തൊരു സംഖ്യയാണ് 74. നമുക്ക് എങ്ങനെ ഇതിനെ എടുക്കാം? എന്തായാലും 74 എന്ന് പറയുമ്പോൾ 8ൻ്റെ 9ൻ്റെ ഇടയ്ക്ക് വരുള്ളൂ. കാരണം 8² എന്ന് പറയുന്നത് 64ഉം 9 എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ 64നും 81നും ഇടയ്ക്കുള്ള നമ്പറാണ് എന്ത്? 74. ഇനി 8.5ൻ്റെ ആണെങ്കിൽ എത്രയായിരിക്കും സ്ക്വയർ വരിക? നമ്മൾ ലാസ്റ്റ് 5ആണ് വരുന്നതെങ്കിൽ അത്തരം സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെയാണ് കാണാം? 8.5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ
5ൻ്റെ സ്ക്വയർ നമ്മൾ ഇട്ട് കൊടുത്തു 25. ഇനി എന്ത് ചെയ്യണം? അടുത്തത് 8 അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 8 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന നമ്പർ ആരാണ്? 9 ആണ്. അപ്പോൾ 8 ഇൻറ്റു 9 എത്രയാണ്? 72. ഇവിടെ പോയിൻ്റ് ഉള്ളതുകൊണ്ട് പോയിൻ്റ് ആഡ് ചെയ്തു. 72.25 ആണ് 8.5ൻ്റെ സ്ക്വയർ. അതിനേക്കാളും കൂടുതലാണല്ലോ 74. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 74ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8.6 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിലെന്തൊക്കെ കോമൺ ഉണ്ട്? ഇവിടെ ഒരു പൈയും ആറും കോമൺ ഉണ്ട്, ഇവിടെയും പൈ ആറുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാമല്ലോ. പൈ ആർ പുറത്തെടുത്താൽ പിന്നെ എന്തുണ്ട്? 2 ഉണ്ട്. ആർ സ്ക്വയറിൽ ഒരു 6 പുറത്തെടുത്തു, ബാക്കി ഒരു 6 കൂടി ഉണ്ട്. പ്ലസ് ഇവിടെയും പൈയും ആറും പുറത്തേക്ക് എടുത്തു, പിന്നെ ആരാണുള്ളത്? എല്ലാണ്. പൈ ഈസ് ഈക്വൽ ടു പൈ എത്രയാണ്? 22/7. 7 തന്നെ ഇൻറ്റു 2 ഇൻറ്റു ആർ 14 ആണ്. 14 പ്ലസ് 8.6 എത്രയാണ്? 22.6. 7ഉം 7ഉം കട്ട് ചെയ്തു. ഇനി 2 ഇൻറ്റു 11 ഇൻറ്റു 22.6. 22.6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 452 വരും. 452 ഇൻറ്റു 11 എങ്ങനെ ചെയ്യാം? എത്ര ആൻസർ വന്നു? 497.2. അതിനടുത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് 497.25 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാവുന്നത് നമ്മളിവിടെ √74 ഒരു വാല്യൂ അസ്യൂം ചെയ്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ എടുക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ബൈ സെല്ലിംഗ് ഫോർ ₹15,000 രാമു ഗെയിൻസ് ₹3,000. വാട്ട് ഈസ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 15,000 രൂപയ്ക്കൊരു സാധനം വിൽക്കുമ്പോൾ രാമുവിന് 3,000 രൂപയാണ് ലാഭം. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ലഭിച്ചത്? എങ്ങനെ കാണാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു എത്ര രൂപയാണോ പ്രോഫിറ്റ് ലഭിച്ചത്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പക്ഷേ നമുക്ക് കോസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തന്നേക്കുന്നത് സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റുമാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് 3,000 ആണ്, സെല്ലിംഗ് പ്രൈസ് 15,000 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര വരിക? കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 12,000. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പ്രോഫിറ്റ് 3,000, 3 0 ഉണ്ട്. ഇവിടെ 12,000, 3 0 ഉണ്ട്. 0യും 0യും കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 3/12 ഇൻറ്റു 100. 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4. 100/4 എന്ന് പറയുന്നത് 25%. എത്രയാണ് രാമുവിൻ്റെ ലാഭം? 25%. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മെയിൻ പ്രൊപ്പോർഷണൽ ഓഫ് x + y the whole raised to 4 and x - y whole raised to 4. ഇത് തന്നിരിക്കുന്ന രണ്ട് എക്സ്പ്രഷൻ്റെ x + y the whole raised to 4ൻ്റെയും x - y the whole raised to 4ൻ്റെയും മീൻ പ്രൊപ്പോർഷണലാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ മീൻ പ്രൊപ്പോർഷണൽ വരിക? എ ബി സി 3 സംഖ്യകൾ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇതിൽ ബീനെയാണ് നമ്മൾ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. a/b = b/c. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. a/b = b/c. അപ്പോൾ b² എന്ത് വന്നു? b² എന്ന് പറയുന്നത് a × c വന്നു. അപ്പോൾ b എന്ത് വരണം? √a × c. നമ്മളിവിടെ റൂട്ട് എടുക്കുകയാണെങ്കിൽ x + y the whole raised to 4ൻ്റെയും x - y the whole raised to 4ൻ്റെയും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക? b = x + y the whole square ഇൻറ്റു x - y the whole square. ഇതാണ് നമ്മൾ റൂട്ട് എടുത്തു കഴിയുമ്പോൾ വരുന്നത്. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. ഇതെന്താണ്? a² - b² the whole square. a² - b²നെ നമുക്ക് എങ്ങനെ എഴുതാം? a - b ഇൻറ്റു a + b. അത് തന്നെയല്ലേ ഈ കിടക്കുന്നത്? ഈ എക്കും ബിക്കും പകരമല്ലേ x² ഉം y² വരുന്നത്? അപ്പോൾ x² - y² എങ്ങനെ എഴുതാം? x + y ഇൻറ്റു x - y. ഇവിടെ എന്തും കൂടി ഉണ്ട്? ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് വന്നു? x + y the whole square, x - y the whole square. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്ന മെയിൻ പ്രൊപ്പോർഷണൽ? ഇത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. അടുത്തത് 75% of first number is equal to 60% of the second number. What is the ratio of the first number and the second number? ഏതോ ഒരു സംഖ്യയുടെ 75% എന്ന് പറയുന്നത് മറ്റേ സംഖ്യയുടെ എത്രയോട് ഈക്വൽ ആണ്? 60% ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. എന്ത് ചെയ്യാം? 75/100 അതാണ് 75% എന്ന് പറയുന്നത്. ഓഫ് എക്സും വൈന്ന് എടുക്കാണ്. ഈക്വൽ ടു 60/100 ആണ്. അതിൽ 0 കട്ട് ചെയ്ത് 6/10 ഇൻറ്റു y. 25 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 3/4 വന്നു. 3 വെച്ചിട്ട് കഴിയുമ്പോൾ 2 വന്നു.
2 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 5. അപ്പോൾ x/5 എന്തായി 4/5. അതായത് x/y എന്ന് പറയുന്നത് 4:5 റേഷ്യോ, 5 റേഷ്യോ. ഓപ്ഷൻ നമ്പർ 1. അടുത്തത് എ സിംഗിൾ ഡിസ്കൗണ്ട് ഇക്വലൻറ്റ് ടു സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10%, 20% ആൻഡ് 40% ഓൺ മാർക്ക്ഡ് പ്രൈസ് ഈസ്. 3 ഡിസ്കൗണ്ട് വാല്യൂ വന്നിട്ടുണ്ട്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ടാണ് കാണേണ്ടത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെ കാണാം? ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. ഇതാണ് എന്ത്? ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 10%നെ നമുക്ക് ആദ്യം തന്നെ ഫ്രാക്ഷനാക്കി എഴുതാം. ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/10 എന്നാണ് വരിക. അതായത് 10/100. അപ്പോൾ 1/10 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. നമുക്ക് എന്ത് ചെയ്യാം? 10ന് മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 10 മാർക്ക്ഡ് പ്രൈസ് ആയി. മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 10. മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്കൗണ്ട് 1 രൂപ. മാർക്ക്ഡ് പ്രൈസ് 10 ആണ് നമ്മളെടുത്തതനുസരിച്ച്. സെല്ലിംഗ് പ്രൈസ് അറിയില്ല. ഈക്വൽ ടു 1. നമ്മൾ ഇക്വേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 9. 10 മൈനസ് 1 9 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം? ഏതാണ് പെർസെൻറ്റേജ് അതിനെന്ത് ചെയ്യുക? ഫ്രാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ 10% ആണെങ്കിൽ 1/10. എന്നിട്ട് ഡിനോമിനേറ്റർ വരുന്നതിന് നമ്മൾ എന്തായിട്ട് എടുക്കണം? മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് എടുക്കണം. ഇനി സെല്ലിംഗ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് അല്ലേ, അപ്പോൾ എന്തായാലും അവർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പൈസേനേക്കാളും കുറഞ്ഞ വിലയിലായിരിക്കും ശരിക്കും വിൽക്കുക. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ ചെയ്യുക. അപ്പോൾ 10 മൈനസ് 1 9 വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാം. മാർക്ക്ഡ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ്. ആദ്യത്തേത് 1:10 1/10 ആയതുകൊണ്ട് 10 ആണ് സെല്ലിംഗ് മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് 10 മൈനസ് 1 9. ഇനി 20 ആണെങ്കിൽ എങ്ങനെ വരും? 20%ന് 1/5 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് എന്ത് ചെയ്യണം? 5ന് മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് എടുക്കണം. 5ന് മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് എടുത്തു. സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 5 മൈനസ് ന്യൂമറേറ്റർ എത്രയാണ്? 5 മൈനസ് 1 4 ആയി. അടുത്തത് ഏതാണ്? 40%. 40% എന്ന് പറയുന്നത് 4/10. അതിന് ഒന്നുകൂടി കട്ട് ചെയ്താൽ 2/5 ആയി. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് എടുത്തു 5. ന്യൂമറേറ്റർ എത്ര വരും? സെല്ലിംഗ് പ്രൈസ് എത്ര വരും? ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ 5 മൈനസ് 2 ഈക്വൽ ടു 3. ഇനി എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് LHSലും RHSലും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 10ഉം 4ഉം ഉണ്ട്. 2 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ 5 വന്നു. ഇവിടെ എത്ര വന്നു? 2 വന്നു. ഇനി ഇത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 × 5 125. ഇവിടെയോ 9 × 2 18 ആണ്. 18 × 3 എന്ന് പറയുന്നത് 54. ഇനി ഇക്വലൻറ്റ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അല്ലേ കാണേണ്ടത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ മാർക്ക് പ്രൈസ്. എത്ര വരും? 125 മൈനസ് 54 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ആണ് വരിക. അപ്പോൾ 125 നിന്ന് 54 കുറച്ച് എത്ര വരും? 71 ഡിവൈഡഡ് ബൈ 125ന് 25 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 വരും, ഇവിടെ 4 വരും. അപ്പോൾ എത്രയായി? 284 ഡിവൈഡ് ബൈ 5. 284 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 34. 6 വന്നു, 4 റിമൈൻഡർ. അപ്പോൾ എന്താണ് ആൻസർ? 56 പിന്നെ റിമൈൻഡർ 4 ഉണ്ട് ഡിവൈഡ് ബൈ 5. 56 4/5. ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്പർ 2. മനസ്സിലായല്ലോ. അടുത്തത് HCF ഓഫ് 3/8 5/12 ആൻഡ് 15/16. ഇത് തന്നിരിക്കുന്ന 3 ഫ്രാക്ഷൻസിൻ്റെ HCF കാണാനാണ്. ഫ്രാക്ഷൻ്റെ HCF എങ്ങനെ കാണാം? HCF ഈക്വൽ ടു HCF ഓഫ് ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ 3ഉം 5ഉം 15ൽ ഇവരുടെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടറായിട്ട് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് തന്നെയാണ് അവരുടെ HCF എന്ന് പറയുന്നത്? HCF ഓഫ് 3, 5, 15 ഈക്വൽ ടു 1 ആണ്. കാരണം ഇവർക്ക് കോമൺ ഫാക്ടർ വേറെ ഒന്നുമില്ല. അടുത്തത് LCM ഓഫ് 8, 12, 16. ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. അപ്പോൾ 2, 3, 4. എഗെയിൻ 2 കോമൺ ആണല്ലോ. അപ്പോൾ 2ൽ കോമൺ 2ൽ ഒരു തവണ, 3ലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 അങ്ങനെ തന്നെ എടുത്തെഴുതുക.
4/2 2. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 8 × 3 24. 24 × 2 എന്ന് പറയുന്നത് 48. അപ്പോൾ ആൻസർ എത്ര വന്നു? HCF = 1/48. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 3. അടുത്തത് A, B and C together can complete a piece of work in 40/3 days. All three started working at it together and after 5 days A left. Then B and C together completed the remaining work in 17 days. Find the number of days approximately in which A alone can complete the total work. എയും ബിയും സിയും കൂടിയിട്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം? 40/3 ദിവസം വേണം. ഇവർ 3 പേരും കൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു, 5 ദിവസം പണിതു. അപ്പോഴേക്കും ആര് പോയി? എ ലെഫ്റ്റായി പോയി. ബാക്കി വർക്ക് ബിയും സിയും കൂടി 17 ദിവസം കൊണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്ക് ഈ വർക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ഡേയ്സ് വേണം? അപ്പം എങ്ങനെ ചെയ്യാം? ഇവർക്ക് 3 പേർക്കും കൂടിയിട്ട് 40/3 ദിവസമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയായിട്ട് കൺസിഡർ ചെയ്യാം? 40 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി എത്ര വരും? എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എത്ര ഡേയ്സ് എടുത്തു. 40/40/3 എത്രയാണ്? 3 ആണ്. 3 ആണ് എയും ബിയും സിയും കൂടിയുള്ള എഫിഷ്യൻസി. ഇവർ എത്ര ദിവസം പണി ചെയ്തു? 5 ദിവസം പണി ചെയ്തു. അപ്പോൾ 3 × 5 15 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി ബാക്കി എത്ര യൂണിറ്റ് വർക്ക് ഉണ്ട്? 40 റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 40 - 15 25 യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്. അത് എത്ര ദിവസം കൊണ്ടാണ് ബിയും സിയും കൂടി ചെയ്യുന്നത്? 17 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസി കാണാമല്ലോ. എഫിഷ്യൻസി = ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്, അതായത് 17. അപ്പോൾ 25/17 ആണ് ആരുടെ എഫിഷ്യൻസി? ബിയുടെയും സിയുടെയും. എയും ബിയും സിയും കൂടിയാണെങ്കിൽ എഫിഷ്യൻസി 3 ആണ്. ബിയും സിയും മാത്രം 25/17 ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എന്ത് വരും? ടോട്ടൽ മൈനസ് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള എഫിഷ്യൻസി എത്രയാണ്? 51 - 25/17 = 26/17 ആണ് എയുടെ മാത്രമായിട്ടുള്ള എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് നമ്മൾ എടുത്തേക്കുന്നത് 40 ആണ്. എഫിഷ്യൻസി 26/17 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരും? നമ്പർ ഓഫ് ഡേയ്സ് = ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ. 26/17 17 മുകളിലേക്ക് പോകും. അപ്പോൾ എത്ര വരും? 680 ഡിവൈഡഡ്. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. 2 വച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 20 13. അപ്പോൾ 20 × 17 340 ആണ്. 340/13 എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര തവണ 13 ഉണ്ട്? 2 26. 80 എത്ര തവണ വരും? 6 തവണ വരും. ബാക്കി 13 × 6 എന്ന് പറയുന്നത് 78 ആണ്. ശിഷ്ട 2. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 26 സംതിങ് ആണ് നമ്മളോട് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്പർ 1 26 ആണ് ആൻസർ. അടുത്തത് the population of a town is increasing at 5% per annum. What will be the population of the town after 2 years if the present population is 16,000? ഇപ്പോൾ ഒരു ടൗണിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 16,000 ആൾക്കാരാണ്. ഇത് ഓരോ വർഷം 5% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം ഈ ടൗണിലെ പോപ്പുലേഷൻ എത്രയായിരിക്കും? ഇതാണ് കാണേണ്ടത്. എന്ത് ചെയ്യാം? നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും പെർസെൻറ്റേജിന് ഫ്രാക്ഷൻ ആക്കിയിട്ട് ആ ഒരു റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. 5% എങ്ങനെ ഫ്രാക്ഷൻ ആക്കുക? 5% എന്ന് പറയുന്നത് 5/100 ആണ്, അതായത് 1/20. ഇനി ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആദ്യത്തെ കേസിൽ 20 ആയിരുന്നു പോപ്പുലേഷൻ എന്ന് വിചാരിക്കുക. 20 എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതിയതിൻ്റെ ഡിനോമിനേറ്ററാണ്. 20 ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞേക്കുന്നത്? 5% കൂടി. അപ്പോൾ കൂടി എന്ന് പറയുമ്പോൾ ആ റേഷ്യോ എന്ത് എടുക്കണം? ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ആയിട്ട് 21 എടുക്കണം. അപ്പോൾ 20 21 ആയി. എഗെയിൻ ഇത് 2 വർഷത്തെ കാര്യമല്ലേ? ആദ്യത്തെ വർഷം 20 21 ആയി. രണ്ടാമത്തെ വർഷം എന്ത് തന്നെയാണ്? 20 21 ആയി. അപ്പോൾ ടോട്ടൽ എത്രയായി? ഇവിടെ 400 വന്നു, ഇവിടെ 441 വന്നു. ഇത് ആദ്യം ഉണ്ടായിരുന്നത് അത് എത്രയാണ്? 16,000. അപ്പോൾ 400 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇല്ല 16,000. 400 = 16,000. 0യും 0യും കട്ട് ചെയ്തു, 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് = 40 എന്ന് വന്നു. നമ്മളോട് വെച്ചേക്കുന്നത് 2 വർഷത്തിന് ശേഷം. 2 വർഷത്തിന് ശേഷം എത്രയാണ്? 441 യൂണിറ്റ്. അപ്പോൾ 441 × 40 ചെയ്യുമ്പോൾ എത്ര വരും? 17,640. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അടുത്തത് the marked price of a bed sheet is 15%
more than its cost price. If a discount of 14% is given on the marked price, what is the gain or loss percentage? Marked price കോസ്റ്റ് പ്രൈസിനേക്കാളും 14% കൂടുതലാണ്. എന്നിട്ടോ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത് എത്രയാണ്? 14% തന്നെയാണ് ഡിസ്കൗണ്ട്. ഇത്തരം ക്വസ്റ്റ്യനുകളിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത്, അതായത് ലോസ് ആയിരിക്കും ഉണ്ടാവുക. എത്ര പെർസെൻറ്റേജ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ റേറ്റ് നിൽക്കുന്നത്, ഇവിടെ 14 അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. 14 × 14/100 എത്രയാണ്? 1.96% എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? ലോസ്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യനിൽ നമുക്കിങ്ങനെ എഴുതാൻ മതി. മനസ്സിലായല്ലോ? 14% മാർക്ക്ഡ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ്, എന്നിട്ട് 14% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാനുള്ള എളുപ്പ വഴിയാണ് തന്നിരിക്കുന്ന റേഷ്യോൻ്റെ സ്ക്വയർ എടുക്കുക /100. എപ്പോഴും ലോസ് ആയിരിക്കും സംഭവിക്കുക. ഓക്കെ അല്ലേ? അടുത്തത്, എ ട്രെയിൻ ട്രാവൽസ് ഫ്രം ഡൽഹി ടു ഡെറാഡൂൺ അറ്റ് ദ സ്പീഡ് ഓഫ് 120 km/h ആൻഡ് ഫ്രം ഡെറാഡൂൺ ടു ഡൽഹി അറ്റ് ദ സ്പീഡ് ഓഫ് 130 km/h. വാട്ട് ഈസ് ദ സ്പീഡ് ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ ഹോൾ ജേർണി? ഒരു ട്രെയിൻ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കും തിരിച്ച് ഡെറാഡൂണിൽ നിന്ന് ഡൽഹിയിലേക്കും പോകാനെടുക്കുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 120 km/h 130 km/h. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സെയിം ഡിസ്റ്റൻസും രണ്ട് സ്പീഡും ആണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കാണാം? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2 × S1 × S2 ഡിവൈഡ് ബൈ S1 + S2. എത്ര വരും? 2 × 120 × 130 ഡിവൈഡഡ് ബൈ S1 + S2 130 + 120 250 അല്ലേ? ഇനി 0യും 0യും ക്യാൻസൽ ചെയ്തു. നമ്മൾ 25 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 വന്നു. ഇവിടെ എത്ര വരും? 24 വരും. 24 × 26 ആണ് കാണേണ്ടത്. ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 24 × 24, അപ്പോൾ 24 തവണ 24 ആയി. നമുക്ക് എത്ര തവണ വേണം? 26 തവണ വേണം. അപ്പോൾ 24 × 24, അതായത് 24ൻ്റെ സ്ക്വയർ കണ്ടിട്ട് 2 തവണ 24 ആഡ് ചെയ്താൽ മതി. 24ൻ്റെ സ്ക്വയർ എത്രയാണ്? 576. ഇനി എത്ര തവണ കൂടി വേണം? 2 തവണ. അപ്പോൾ 24 × 2 എന്ന് പറയുന്നത് 48 ആണ്. 624 എന്ന് വന്നു. ബൈ ഒരു 5 കൂടി ഇല്ലേ? 624/5 എന്ന് പറയുമ്പോൾ 12 × 5 60 ശിഷ്ടം 2. ഇതിൽ 4 തവണ 124.8. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4. ഓക്കെ അല്ലേ? അടുത്തത്, ഫൈൻഡ് ദ റിമൈൻഡർ when the smallest 6-digit number divisible by 12, 15 and 25 is divided by 9. 12ഉം 15ഉം 25ഉം കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയെ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് 12, 15, 25ൻ്റെ എന്ത് കാണാം? LCM കാണാം. അങ്ങനെ LCM കാണും 12, 15, 25. 12ലും 15ലും ആര് കോമൺ ഉണ്ട്? 3 കോമൺ ഉണ്ട്. അപ്പോൾ 3 പുറത്തേക്ക് എടുത്താൽ ഇവിടെ 4, 5. 25ൽ നമുക്ക് 3 കംപ്ലീറ്റ് ആയിട്ട് പോകില്ല, അപ്പോൾ 25 അങ്ങനെ തന്നെ എഴുതാം. എഗെയിൻ 5 കോമൺ, 4 അങ്ങനെ തന്നെ എഴുതി. 1, 5. അപ്പോൾ എത്ര വന്നു? 25 × 4 100. 100 × 3 എന്ന് പറയുന്നത് 300. അപ്പോൾ LCM 300 വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഏതാണത്? 1, 2, 3, 4, 5, 6 ഡിവൈഡഡ് ബൈ 300. ഇപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ചെയ്യാം. ഇപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ 2 0 ഉണ്ട്, ഇതിൽ 2 0 ഉണ്ട്. നമ്മൾ 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡറിനെ എന്ത് ചെയ്യണം? നമ്മളിവിടെ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യില്ലേ ചെയ്തത്. അപ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലാണ് കിട്ടുന്നത് നമുക്ക് കറക്റ്റ് ആൻസർ ആകുള്ളൂ. അപ്പോൾ 3 വെച്ചിട്ട് 10ൽ 3 എത്ര തവണ? 3 തവണ. 10. എഗെയിൻ 10 ആണ്, അപ്പോൾ 3 തവണ. 1 ആണ് റിമൈൻഡർ വന്നത്. ശരിക്കും ആക്ച്വൽ വാല്യൂ 1 ആണോ? അല്ല, കാരണം നമ്മൾ 300നെയും ഈ പറയുന്ന നമ്പറിനെയും 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ കിട്ടുന്നതിന് എന്ത് ചെയ്യണം? 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റിമൈൻഡർ 100 ആണ്. ഇനി നമ്മൾ ഏത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 300 അല്ലേ? 300 - 100 ചെയ്യാം. 300 - 100 എത്രയാണ്? 200. ഈ 200നെ നമ്മൾ എടുത്തേക്കുന്ന സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പറായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 100, 200.
ഇതാണ് ഈ പറയുന്ന 3 സംഖ്യകൾ കൊണ്ടിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 6 അക്ക നമ്പർ. അത് കിട്ടിയല്ലോ. 100200. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 12 ഒരു തവണ, 30. 30ൽ 9 എത്ര എണ്ണയുണ്ട്? 3 തവണ. 3 × 9 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ എത്ര റിമൈൻഡർ വന്നത്? റിമൈൻഡർ 3 ആണ്, ഓപ്ഷൻ നമ്പർ 1. അടുത്ത ദിവസത്തിലേക്ക് A and B can together finish a work in 30 days. They work together for 20 days and then B left. After another 20 days, A finished the remaining work. In how many days can A alone finish the whole work? എയും ബിയും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണം? 30 ദിവസം വേണം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി 20 ദിവസം പണി ചെയ്തു. അതിനുശേഷം ആര് പോയി? ബി പോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണം? എങ്ങനെയാണോ? എ പ്ലസ് ബി 30 ഡേയ്സും കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ടോട്ടൽ വർക്ക് എന്താക്കി എടുക്കാം? 30 തന്നെ ആക്കാം. അപ്പോൾ എത്ര എഫിഷ്യൻസി? 30/30 1 ആണ് എഫിഷ്യൻസി, എയുടെയും ബിയുടെയും കൂട്ടിയിട്ട്. ഇവർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 20 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻസി 1 ആയതുകൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കി? 20 × 1 20 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി റിമൈനിങ് വർക്ക് എത്ര വന്നു? റിമൈനിങ് വർക്ക് 30 - 20 = 10 ആണ്. ഇനി എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്ത് തീർത്തേക്കുന്നത്? റിമൈനിങ് വർക്ക് 10 യൂണിറ്റ് വർക്ക് 20 ദിവസം കൊണ്ടാണ്. അപ്പോൾ എഫിഷ്യൻസി എന്ത് വരും? റിമൈനിങ് വർക്ക്, അതായത് വർക്ക് ഡിവൈഡ് ബൈ ടൈം, 10/20. 1/2 ആണ് എന്ത്? എഫിഷ്യൻസി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ടാണ് ടോട്ടൽ വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാമല്ലോ. ടൈം ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് 30 ആണ് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ. എത്രയാണ്? 60 ഡേയ്സ് ആണ് വേണ്ടത്, ഓപ്ഷൻ നമ്പർ 1. അടുത്തത്, a car covers a distance of 1080 km in 240 minutes. What is the speed of the car in meter per second? 1080 കിലോമീറ്റർ 240 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇതേ സ്പീഡിന് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ 240 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 240/60 4 hours ആണ് എന്ത്? 240 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് എത്രയായി? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 1080/ടൈം 4 hours. ഇത് കിലോമീറ്റർ പെർ അവറിലായി. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? × 5/18. അതേസമയം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കാണ് ആക്കേണ്ടതെങ്കിൽ, അതായത് നേരെ തിരിച്ചാണെങ്കിൽ × 18/5. നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ 5/18 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 5/18. 18 × 6 ആണ് 108. അപ്പോൾ എന്ത് വരും? 60 വരും. 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 15. എത്രയാണ് ആൻസർ? 15 × 5 75 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, എ സം ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് ആനുവലി എമൗണ്ട്സ് ടു ₹30,250 in 2 years and to ₹33,275 in 3 years. Find the sum. ഒരു സമ്മ് എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട് 30,250 3 വർഷം കൊണ്ട് 33,275 രൂപയാണ് ആകുന്നതെങ്കിൽ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ഇയർ ഗ്യാപ്പ് 1 ഇയർ ആണെങ്കിൽ നമുക്ക് റേറ്റ് കാണുന്ന ഇക്വേഷനാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന എമൗണ്ട്സിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്മോളസ്റ്റ് നമ്പർ, ഏത് എമൗണ്ട് ആണോ ചെറുത്, ഇൻറ്റു 100. ഇതാണ് റേറ്റ് കാണുന്ന ഇക്വേഷൻ. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ 30,250 ഈക്വൽ ടു പി നമുക്കറിയില്ല, പി തന്നെ ഇടാം. പി ഇൻറ്റു 1 + r/100 എത്ര വർഷം കൊണ്ട്? എത്രയാണ്? 2. അടുത്തത് 33,275 ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഈ 3ന് ഇങ്ങനെ എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം? (2) ഇൻറ്റു 1 + r/100 എന്ന് എഴുതിയാൽ പോരെ? പി ഇൻറ്റു 1 + r/100 എത്രയാണ്? 30,250. 33,275 ഈക്വൽ ടു 30,250 ഇൻറ്റു
1 + r/100. ഇനി ഇതിൽ നിന്ന് ആറിന് സോൾവ് ചെയ്യാലോ. അപ്പോൾ ആർ എത്ര കിട്ടും? നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ റേറ്റ് 10% എന്നാണ് കിട്ടുക. എത്രയാണ്? 10%. അപ്പോൾ റേറ്റ് കിട്ടി 10%. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സക്സസീവ് ചേഞ്ച് മെത്തേഡിൽ കൂടി ചെയ്യാമല്ലോ. അതെങ്ങനെ ചെയ്യാം? 10% ആണെങ്കിൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/10 വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഈസ് ടു എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡിനോമിനേറ്ററിൽ 10 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ എമൗണ്ട് എത്ര വരും? 11 ആയി. ഇത് ആദ്യത്തെ വർഷം. ഇതേപോലെ രണ്ട് വർഷത്തെ കാര്യമല്ലേ, ഇത് 2 വർഷത്തെ എമൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ ചെയ്ത്? ആദ്യം 10 11 രണ്ടാമത്തെ വർഷം തന്നെയായി 10 11 അപ്പോൾ പ്രിൻസിപ്പൾ 100 എമൗണ്ട് 121 ഇപ്പോൾ 2 വർഷത്തെ എമൗണ്ട് എത്രയാണ്? 30,280. 121 യൂണിറ്റാണ് 30,250. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 25 100 യൂണിറ്റ് 25 അല്ല 250. അപ്പോൾ 100 യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 100 25,000 രൂപ. ഇതാണ് സമ്മ്. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. Om decided to order 12% more millet flour for his bakery than last year. If he ordered 240 kg last year, then how much quantity of millet flour should he order this year? കഴിഞ്ഞ വർഷം ഓം 240 kg ഫ്ലോറാണ് ഓർഡർ ചെയ്തത്. ഇത്തവണ എന്താണ് ഉദ്ദേശിക്കുന്നത്? 12% കൂടുതൽ മേടിക്കണം എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം എത്രയാണ് മേടിക്കുന്നത്? അതായത് 240ൻ്റെ 12% കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? 12% ഫ്രാക്ഷൻ ആക്കി എഴുതാം. എത്ര വരും? 3/25. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ 25 ആയിരുന്നെങ്കിൽ 12% കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 25 പ്ലസ് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ 28 ആയി. അപ്പോൾ ആദ്യം എത്രയാണ്? 240. ഇവിടെ ആദ്യം എത്രയാണ്? 25. അപ്പോൾ 25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 240. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് 240/25. ഇതാണ് ഒരു യൂണിറ്റ്. നമുക്ക് കാണേണ്ടത് 28 യൂണിറ്റ് ആണ്. 240/25 ഇൻറ്റു 28 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 48 വരും. അപ്പോൾ ഇത് 48 ഇൻറ്റു 28/5 എന്ന് പറയുന്നത് എത്ര ഒരു ക്യാൻസർ? 268.8 kg. ഓക്കെ ആണല്ലോ. അടുത്തത് മെയിൻ പ്രൊപ്പോർഷനിൽ കാണാനാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഇതേ ഷിഫ്റ്റ് തന്നെ ചെയ്തതാണ്. മെയിൻ പ്രൊപ്പോർഷൻ ഇസ് ഈക്വൽ ടു √18 ഇൻറ്റു 32. √18 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 ആണ്. 32 എന്ന് പറയുന്നത് 16 ഇൻറ്റു 2 ആണ്. 9ൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എത്രയാണ്? 3. 16ൻ്റെത് 4. 2 ഇൻറ്റു 2 4. അപ്പം പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര വരിക? ഒരു 2 പുറത്തേക്ക് വരും. അപ്പോൾ ആൻസർ എത്ര വന്നു? 12 ഇൻറ്റു 2 24. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഈ ഷിഫ്റ്റിൽ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്